വെറും മിനിറ്റുകൾ കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചില്ലി ഫ്ലേക്സ് എങ്ങനെയാണ് വീട്ടിൽ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഏതാണ്ട് ഒരു 100 ഗ്രാം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. സാധാരണ വറ്റൽമുളകാണ്, കാശ്മീരി വറ്റൽമുളകല്ല. ആദ്യം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം. ഇതിനകത്ത് ഒരുപാട് പൊടികളും അഴുക്കളും ഒക്കെ കാണും. ഇനി എല്ലാത്തിൻ്റെയും ഞെടുപ്പൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കഴുകിയെടുക്കുമ്പോൾ ഒരുപാട് നേരം വെള്ളത്തിൽ കുതിർത്ത് വെക്കണ്ട, പെട്ടെന്നൊന്ന് കഴുകിയെടുത്താൽ മതി. അല്ലാതെ ഒരുപാട് കുതിർന്നു പോയാൽ ഉണക്കിയെടുക്കാൻ പാടായിരിക്കും. ഇപ്പം അതിൻ്റെ ഞെടുപ്പെല്ലാം കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് ചൂടാക്കിയെടുക്കണം. വെയിലുണ്ടെങ്കിൽ നല്ല വെയിലത്ത് ചൂടാക്കിയെടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റൗവിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ നനവും പോയി കിട്ടും, പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. നമ്മൾ ആ കഴുകി എടുത്തുകൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയ ആവി പോലെ കാണുന്നത്. ലോ ഫ്ലെയിമിൽ ഏതാണ്ട് ഒരു 4 തൊട്ട് 5 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ നനവൊക്കെ പോയിട്ടുണ്ട്. ഒരുപാട് ഓവറായിട്ട് ചൂടായിട്ട് ഇതിൻ്റെ നിറം മാറിപ്പോകരുത്. നമുക്ക് ഇതുപോലെ കൈകൊണ്ട് എടുക്കാൻ പറ്റണം. അതുപോലത്തുള്ള ചൂടായിരിക്കുമ്പോൾ നിർത്തണം. ഇനി ആ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് നമുക്ക് ചതച്ചാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് പൾസ് മാത്രമേ ചെയ്യാവൂ. 4-5 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ പൾസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ കടയിൽ നിന്ന് ചില്ലി ഫ്ലേക്സ് പാക്കറ്റിൽ വാങ്ങുന്ന പോലെ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെ നോൺ വെജ് റെസിപ്പിക്കകത്ത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനിയും ചില്ലി ഫ്ലേക്സ് ഒന്നും വെളിയിൽ നിന്ന് വാങ്ങരുത്. ഇതുപോലെ മുളക് വാങ്ങി കഴുകി വൃത്തിയാക്കി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. ഈ കിടിലൻ റെസിപ്പികൾ കൂടി കണ്ടു നോക്കൂ, താങ്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും.